നമസ്കാരം. 10ാം ക്ലാസ്സിൻ്റെയും 12ാം ക്ലാസ്സിൻ്റെയും ഒക്കെ റിസൾട്ട് വന്നു. ഇനി ഹയർ സ്റ്റഡീസ്, അതാണ് കുട്ടികളുടെ ലക്ഷ്യം. കുട്ടികളോട് ഒരു വാക്ക് പറയട്ടെ. എൻ്റെ കൂട്ടുകാരൻ ആ സ്കൂളിൽ ചേർന്നു, എൻ്റെ കൂട്ടുകാരി ഈ കോളേജിൽ പോകുന്നു, ഈ കോഴ്സ് പഠിക്കുന്നു, അതുകൊണ്ട് എനിക്കും അത് പഠിക്കണം. അത് ശരിയായൊരു തീരുമാനമാണോ മക്കളെ? അതല്ല ശരിയായ തീരുമാനം. നിങ്ങൾ സ്വയം നിങ്ങൾക്കിഷ്ടമുള്ള, നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കോഴ്സ് വേണം എടുത്ത് പഠിക്കാൻ. 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ +2-ന് ചേരുമ്പോഴും നിങ്ങൾക്കിഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കുക, ബാച്ചുകൾ എടുക്കുക. അല്ലാതെ എൻ്റെ കൂട്ടുകാരി അതേ സ്കൂളിലാണ്, അതേ ക്ലാസ്സിലാണ്, 10 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ ഇനി പിരിയാൻ വയ്യ, അതല്ല വേണ്ടത്. സയൻസിനോട് ഒരു ആഭിമുഖ്യവും ഇല്ലാത്ത ഒരു കുട്ടി കൂട്ടുകാരിയെ കണ്ട് മാനേജ്മെൻറ്റ് സീറ്റിലൊക്കെ അഡ്മിഷൻ എടുത്ത് സയൻസ് പഠിച്ച് അത് കഴിഞ്ഞ് മറ്റേ കൂട്ടുകാരി ചിലപ്പോൾ മെഡിസിൻ എഴുതി കിട്ടി അങ്ങ് പോകും. അപ്പോഴും നമ്മൾ വേറെ കോളേജിൽ പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ആകെ പതറിപ്പോകും. എന്തിനാണ് അതിനൊക്കെ നിൽക്കുന്നത്? നമ്മുടെ ജീവിതവും നമ്മുടെ തീരുമാനങ്ങളും നമ്മുടേതായിരിക്കണം. അതുപോലെ തന്നെയാണ് 12ാം ക്ലാസ് കഴിഞ്ഞ് എന്ത് കോഴ്സിലേക്ക്, എന്ത് ബാച്ചിലേക്ക്, എന്ത് തരം പ്രൊഫഷനിലേക്ക് തിരിയണം എന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടത്. മറ്റുള്ളവരെ കണ്ടല്ല, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന നിങ്ങളുടെ തീരുമാനങ്ങളായിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. ഇനി മാതാപിതാക്കളോട്, രക്ഷിതാക്കളോടൊരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങളുടെ മക്കൾ വളരുകയാണ്. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും മോഹങ്ങളുമുണ്ട്. അത് മനസ്സിലാക്കുക. 1 വയസ്സ് മുതൽ 5 വയസ്സ് വരെ നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത പോലെ, അവരെ നോക്കിയതുപോലെ അല്ല 10 വയസ്സിലും 15 വയസ്സിലും ഇപ്പോൾ 18 വയസ്സിലും ഒക്കെ അവരെ നോക്കുക.